അസ്സലാമു അലൈക്കും. നമുക്കറിയാം, ഇതൊരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. എവിടെ തിരിഞ്ഞാലും എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെയാണ് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതലും ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. മുമ്പൊക്കെ ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഇത്തരം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നത് എങ്കിൽ ഇന്ന് കാണാൻ കഴിയുന്നത് പ്രായമായ ഉമ്മമാരെയാണ്. അതും തലയിൽ തട്ടമൊക്കെ ഇട്ട് നിൽക്കുന്ന പ്രായമായ ഉമ്മമാർ. ഓരോ സമയത്തും വരുന്ന ഓരോരോ പുതിയ ട്രെൻഡുകളെ ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും പിന്തുടരുമ്പോൾ അതിനെ പിന്തുടരാനും ഈ ഉമ്മമാർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് കുട്ടുമ കുട്ടു എന്ന് പറയുന്ന ഒരു പാട്ട്. തലയിൽ തട്ടമൊക്കെ ഇട്ട് നിൽക്കുന്ന രണ്ട് ഉമ്മമാർ ഈ പാട്ട് പാടുന്ന വീഡിയോ നല്ല രീതിയിൽ വൈറലായിരുന്നു. ആ വീഡിയോ ഒന്ന് കാണിക്കാം. അതിനുശേഷം ബാക്കിയുള്ള സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു വയ്ക്കാം. മക്കളെ, ഇവിടുത്തെ ഒരു പാട്ട് പാടുവാണ്, കുട്ടുമ്മക്കുട്ടു. ഓക്കെ? കുട്ടുമ്മക്കുട്ടു സുപ്പടിലാല കുട്ടുമ്മക്കുട്ടു, കുട്ടുമ്മക്കുട്ടു സുപ്പടിലാല കുട്ടുമ്മക്കുട്ടു, കുട്ടുമ്മക്കുട്ടു സുപ്പടിലാല കുട്ടുമ്മക്കുട്ടു, കുട്ടുമ്മക്കുട്ടു കുട്ടുമ്മക്കുട്ടു സുപ്പടിലാല കുട്ടുമ്മക്കുട്ടു, കുട്ടുമ്മക്കുട്ടു കുട്ടുമ്മക്കുട്ടു സുപ്പടിലാല കുട്ടുമ്മക്കുട്ടു, സുപ്പടിലാല കുട്ടുമ്മക്കുട്ടു. ഇതാണ് ആ ഒരു പാട്ട്. ഇത് വലിയ രീതിയിൽ വൈറലായി. ഈ വീഡിയോ എടുത്ത് പല ആളുകളും തമാശ രൂപേണ റിയാക്ട് ചെയ്യുകയുമൊക്കെ ചെയ്തിരുന്നു. ഇതിൽ ഫ്രണ്ട് നിൽക്കുന്ന ഈ ഒരു ഉമ്മ, ഇവർ ഇതിനു മുമ്പും ഇൻസ്റ്റഗ്രാമിലും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ സിനിമാ പാട്ടുകളും മറ്റുമൊക്കെ പാടുന്നൊരു ഉമ്മയാണ്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മുടെ നൗഷാദ് ബാക്കവി ഉസ്താദ്, അദ്ദേഹം ഈ രണ്ട് ഉമ്മമാർ പാടുന്ന ഈ പാട്ടിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ആ വീഡിയോ ഒന്ന് കാണാം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടില്ലേ? 40 വയസ്സ് കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 വയസ്സായ ഉമ്മാമ്മമാർക്കാണ് ഇപ്പൊ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ സെറ്റ് ആവാൻ ആഗ്രഹം വന്നത്. ചെവിക്കകത്ത് പൂവൊക്കെ വെച്ച് മക്കള് സെറ്റാക്കി കുട്ടിമക്കുട്ടു സെറ്റാക്കി. 75, 70, 60 വയസ്സൊക്കെ ആവുമ്പോൾ ദിക്റും സലാത്തും ചൊല്ലി അടങ്ങി ഒതുങ്ങി ചെറുമക്കൾക്ക് ഉപദേശം കൊടുത്ത് വീട്ടിയിരിക്കാനുള്ളവരല്ലേ? ഈ ചെറിയ മക്കളാണ് അവരെ കുത്തിത്തിരിപ്പിച്ചിറക്കുന്നത്. പിന്നെ ഒരു തട്ടമുണ്ടെങ്കിൽ വൈറലാവാൻ എങ്ങും പോണ്ട. സിനിമാ തിയേറ്ററിൽ പോയാലും തട്ടം, പൂലപ്പറമ്പിൽ പോയാലും തട്ടം, ന്യൂ ഇയറിന് പോയാലും തട്ടം. ഇടാത്തവര് മനഃപൂർവ്വം ഇട്ട് ഒരു മൊബൈലിന്റെ മുമ്പ് വന്ന് നിന്നാൽ നല്ല കച്ചവടമാണിപ്പോ. അതുകൊണ്ട് കുറെ ഉമ്മമാർ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ചില ആളുകൾ ഇത് കേൾക്കുമ്പോ പറയാം, അവരാഘോഷിക്കട്ടെ ഉസ്താദേ, നിങ്ങൾക്ക് മാത്രം മതിയോ പ്രസംഗവും യൂട്യൂബും ചാനലും ഒക്കെ? അവരാഘോഷിക്കട്ടെ, അവർക്ക് ആഘോഷിക്കാൻ ഒന്നുമില്ലല്ലോ, അവര് പാവപ്പെട്ട ഉമ്മമാരല്ലേ. ഈ ഒരു വീഡിയോയ്ക്ക് താഴെ എനിക്ക് ഏറ്റവും കൂടുതലും കമൻറ്റുകൾ കാണാൻ സാധിച്ചത് നൗഷാദ് ബാക്കവി ഉസ്താദിന് എതിരെയുള്ള കമൻറ്റുകളായിരുന്നു. ഉസ്താദിനെ വിമർശിക്കുന്ന കമൻറ്റുകളായിരുന്നു. അതായത്, ഉസ്താദിന് യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഒക്കെ തുടങ്ങാമല്ലോ, മറ്റുള്ളവർക്ക് തുടങ്ങിയാൽ എന്താണ് കുഴപ്പം? നിങ്ങൾ ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നോക്കുന്ന ആളല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സാധിച്ചത്? നിങ്ങൾ ബാക്കിയുള്ളവർ, പണവും പ്രശസ്തിയും ഒക്കെ ഉള്ളവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാത്തത്, നാവ് പൊന്താത്തത് എന്നിങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ കാണാൻ സാധിച്ചു. നോക്കി, ഒരു പ്രഭാഷണത്തിൻ്റെ ഈ ഒരു ഭാഗത്തിൽ ഉസ്താദിനോട് എനിക്ക് ചെറിയൊരു കാര്യത്തിൽ വിയോജിപ്പുണ്ട്. മറ്റൊന്നുമല്ലാതെ മതം പഠിച്ച ഒരു മതപ്രഭാഷകൻ എന്ന നിലയിൽ ഉപദേശങ്ങൾ, അറിവുകൾ പകർന്നു കൊടുക്കേണ്ടത് ആ മതപ്രഭാഷകൻ്റെ, മതപണ്ഡിതൻ്റെ കടമ തന്നെയാണ്. പക്ഷെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന, കളിയാക്കുന്ന തരത്തിലാകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ഉസ്താദ് ഇങ്ങനെ ഒരു ആംഗ്യ ഭാഷയൊക്കെ കാണിച്ച് ഒരു കളിയാക്കുന്ന ചെറിയൊരു ഭാഗങ്ങൾ അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരിക്കലും ഒരു മതപണ്ഡിതന് ചേർന്ന ഒരു പ്രവർത്തനമായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അതോടൊപ്പം മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, വിമർശിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ വിമർശിക്കണം. പലപ്പോഴും ഉയർന്ന സ്ഥാനമാനങ്ങളിലിരിക്കുന്നവർ, പൈസയുള്ളവർ, അവരൊക്കെ ഇത്തരം പരിപാടികളൊക്കെ ചെയ്തു പോകുന്ന സമയത്ത് പലപ്പോഴും അത്തരം വിഷയങ്ങളെക്കുറിച്ച് മതപണ്ഡിതന്മാർ സംസാരിക്കാതെ പോകുന്ന, നിശബ്ദരായിരിക്കുന്ന പ്രവണത പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ അങ്ങനെയാകരുത്. വിമർശിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ വിമർശിക്കണം. നോക്കൂ, തെറ്റിലേക്ക് നടന്നു പോകുന്ന സമൂഹത്തെ നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ട്, നന്മ ഉപദേശിച്ചുകൊണ്ട് അവരെ നേരായ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മതപണ്ഡിതൻ്റെ അല്ലെങ്കിൽ ഒരു ഉസ്താദിൻ്റെ കടമ എന്ന് പറയുന്നത്. സ്വാഭാവികമെന്നോണം അവരുടെ കൺമുന്നിൽ സ്വന്തം സമുദായത്തിലെ ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് വിമർശിക്കാറുണ്ട്, സതുപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ അത് മാന്യമായ രീതിയിലായിരിക്കണം എന്നുള്ളത് മാത്രം. ഒരുപക്ഷെ മതപണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങളിൽ നിശബ്ദരായിരിക്കുമ്പോൾ
ഈ ഉമ്മമാരെ കണ്ടുകൊണ്ട് മറ്റുള്ള ഉമ്മമാരും ഇത്തരത്തിലേക്ക് വരാൻ സാധ്യതയേറെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും ചോദിക്കുന്നതായി കാണാം, ഉമ്മമാർക്കും വേണ്ടേ സന്തോഷം, ഉമ്മമാർക്കും വേണ്ടേ ഹാപ്പിനെസ് എന്നൊക്കെ. നോക്കൂ, വേണം, സന്തോഷങ്ങളൊക്കെ വേണം, പക്ഷേ അത് നമ്മുടെ വീടിനുള്ളിലായിരിക്കണം, നമ്മുടെ കുടുംബമൊത്തായിരിക്കണം. അല്ലാതെ ഇത്തരത്തിൽ വീഡിയോകൾ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ ഒരു പ്രഭാഷണത്തിന് ശേഷം നൗഷാദ് ബാക്കവി ഉസ്താദിനെതിരെ വേറൊരു ഉമ്മ രംഗത്ത് വന്നു. ആ ഉമ്മയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഹലോ മക്കളെ, ആദ്യം തന്നെ നമ്മളെ ഉസ്താദന്മാർക്ക് ഒരു അസ്സലാമലൈക്കും പറയാം. അത് കഴിഞ്ഞിട്ട് സുറത്താത്ത പറയുന്ന എന്താന്ന് മക്കള് കേട്ടിട്ട് മക്കളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുക. എന്താന്ന് വെച്ചാല് നമ്മള് കുട്ടുമക്കുട്ടു പാടി സന്തോഷമായിട്ട് എല്ലാം ചെയ്തില്ലേ. അപ്പോൾ ഉസ്താദന്മാർക്കും ഒരാഗ്രഹമുണ്ടായിരുന്നു, കുട്ടുമക്കുട്ടു വെറുതെ കയറി പാടാൻ പറ്റൂലല്ല. അപ്പൊ സോറത്താന, ലൈലത്താന, സാബിറത്താന എല്ലാരെയും വലിച്ചിട്ടിട്ട് ഉസ്താദന്മാരും സന്തോഷമായിട്ട് തന്നെ കുട്ടുമക്കുട്ടു സിപ്പടി തന്നെ കുട്ടുമക്കുട്ടു എന്നും പറഞ്ഞ് ഉസ്താദന്മാരും സന്തോഷമായിട്ട് തന്നെയാണ് അത് പാടിയത്. വെറുതെ കയറി ഉസ്താദന്മാർക്ക് പാടാൻ പറ്റില്ല. അപ്പൊ നമ്മളെയൊക്കെ വലിച്ചിട്ടിട്ട് ഉസ്താദന്മാർക്കൊന്നും പാടാനായില്ലേ. സൂറത്താത്ത പറഞ്ഞത് ശരിയാണെന്ന് മക്കള് പറയുക കേട്ടാ. അതപ്പോ ഉസ്താദന്മാരൊക്കെ ഏതായാലും ഇത് കാണുമല്ലോ. അപ്പൊ വെറുതെ കയറിയിട്ട് ഉസ്താദന്മാര് പറയുമ്പോ ആളുകൾ ഓർക്കൂല, പറഞ്ഞ ഉസ്താദന്മാര് കുട്ടുമ്പോ പാടി കളിക്കണേണെന്ന്. അപ്പൊ നമ്മളൊക്കെ പാടിയപ്പോ ഉസ്താദന്മാർക്ക് മനസ്സിലൊരാഗ്രഹം, കുട്ടുമ്പോ ഞമ്മക്കും ഒന്ന് പാടണമല്ലോ എന്ന് തോന്നി. അപ്പൊ അവരും സന്തോഷമായിട്ട് നമ്മളൊക്കെ കണ്ടല്ല, ഉസ്താദന്മാരെ മുഖത്തെ സന്തോഷം കണ്ടതല്ലേ കുട്ടുമക്കുട്ടു പാടിയത്. എന്താണ് നൗഷാദ് ബാക്കവി ഉസ്താദും സന്തോഷമായി മനസ്സോട് ചിരിച്ചിട്ടാണ് ആ പാടിയത്. അതേപോലെ വേറെ 2 ഉസ്താദന്മാരും പാടുന്നത് ഞാൻ കേട്ടു കേട്ടാ. ശരി, അസ്സലാമലൈക്കും സുഹൃത്താത്ത, ഇനി വെക്കട്ടെ കേട്ടാ. നൗഷാദ് ബാക്കവിക്ക് പാടാൻ പറ്റില്ലല്ലോ, ഒരു പ്രഭാഷണ വേദിയിൽ വെച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഈ ഒരു പാട്ട് അങ്ങനെ പാടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ പാട്ട് പാടിയ മറ്റൊരു ഉമ്മയുടെ വീഡിയോ ആ ഒരു കാരണമായിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് സന്തോഷത്തോടു കൂടി പാട്ടുപാടിയെന്നൊക്കെയാണ് ഉമ്മ പറഞ്ഞു വയ്ക്കുന്നത്. നോക്കൂ, പണ്ട് മതപ്രഭാഷകരെ, മതം പറയുന്ന മതപണ്ഡിതന്മാരെ ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന ഒരു കാലത്തു നിന്നും ആ ഉസ്താദുമാരെ വിമർശിക്കുന്ന, അവരെ പരിഹസിക്കുന്ന തരത്തിലേക്ക് കാലം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനപ്പുറം നാം കാണേണ്ടി വരും. കാരണം അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. നോക്കൂ, ഈ ഒരു ഉമ്മയുടെ വീഡിയോയ്ക്ക് താഴെ ഈ ഉമ്മയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ഈ ഉമ്മയെ ചീത്ത വിളിക്കുന്ന വളരെയധികം മോശമായ പല കമന്റുകളെ കാണാൻ സാധിച്ചു. നോക്കൂ, ഒരു മനുഷ്യനെ തെറിവിളിക്കാനുള്ള അധികാരം നമുക്ക് ആർക്കുമില്ല. ഒരു മതവും, അതിപ്പോൾ ഇസ്ലാം മതമായിക്കൊള്ളട്ടെ, ഹൈന്ദവ മതമായിക്കൊള്ളട്ടെ, ക്രൈസ്തവ മതമായിക്കൊള്ളട്ടെ, ഒരു മതവും ഒരു മനുഷ്യനെ ചീത്ത വിളിക്കാനോ പരിഹസിക്കാനോ കളിയാക്കാനോ പറയുന്നില്ല. നോക്കൊരു മുസ്ലിമായ വിശ്വാസിക്ക് ഒരിക്കലും ഇത്തരത്തിൽ തെറിവിളിക്കാനോ ഇത്തരത്തിൽ മോശമായി പറയാനോ ഒരിക്കലും കഴിയില്ല. നോക്കൂ, മറ്റുള്ള മതസ്ഥർ ഈ കമൻറ്റുകൾ വായിക്കുന്ന ആ ഒരു സമയത്ത് അവർ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ചിന്തിക്കുക? ഇങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണോ മുസ്ലിമുകൾ തെറിവിളിക്കുന്നത്? ഇവർ എത്രത്തോളം മോശക്കാരാണ് എന്നിങ്ങനെയുള്ള പല ചിന്തകളുണ്ടാകുന്നു. അതിന് വഴിയൊരുക്കി കൊടുക്കുന്നവർ ആരാണ് എന്നുള്ളത് കൂടി നാം എല്ലാവരും മനസ്സിലാക്കണം. അതുപോരാഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കമൻറ്റിനെടുത്ത് സ്ക്രീൻഷോട്ടാക്കി കണ്ടിലെ മുസ്ലിമുകളെല്ലാവരും ഇങ്ങനെയാണ് എന്ന് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവന്മാരുമുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു യഥാർത്ഥ സത്യവിശ്വാസി, ഒരു മുസ്ലിമായ മനുഷ്യൻ ഇങ്ങനെ തെറിവിളിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. വിവരമില്ലാത്ത ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. വേറൊരു ഉമ്മയുണ്ട്, സാബി വല്യമ്മ എന്ന് പറയുന്നൊരു ഉമ്മ. ആ ഉമ്മ വീഡിയോ തുടങ്ങുന്നത് തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം അവർ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ അവർക്ക് പോലും വ്യക്തമായ ബോധ്യമില്ല. ഇത്തരത്തിൽ പാട്ടുകൾ പാടുന്ന, സോഷ്യൽ മീഡിയയിലൂടെ കുട്ടുമക്കുട്ടുമൊക്കെ പാടി സന്തോഷം കണ്ടെത്തുന്ന ഈ ഉമ്മമാർക്ക് ഞാൻ മറ്റൊരു ഉമ്മയെ പരിചയപ്പെടുത്തരാം. മരിച്ചുപോയ തൻ്റെ മകൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി തട്ടുകട നടത്തുന്ന ഒരു ഉമ്മയുടെ വീഡിയോ. 19ാമത്തെ വയസ്സിലാണ് ഉമ്മയുടെ മകൻ മരിക്കുന്നത്. അതിനുശേഷം ക്യാൻസർ രോഗികളെയും അനാഥരെയും ഒക്കെ സഹായിക്കണം എന്നുള്ള അവൻ്റെ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവൻ ഇരിക്കുന്നിടത്തോളം ഈ തട്ടുകട അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടിയാണ് ഞാൻ നടത്തുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. 2 വർഷം മുമ്പ് ഒരു ബൈക്ക് അപകടത്തിലാണ് ഉമ്മയുടെ മകൻ മരണപ്പെടുന്നത്. അവനെ അടക്കിയ മണക്കാട് പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ തട്ടുകട തുടങ്ങി. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 11 മണി വരെ ദോശയും ചമ്മന്തിയും രസവടയും ഒക്കെ ആയിട്ട് ഉമ്മ ഇവിടെ ഉണ്ട്.
മോൻ്റെ വേർപാടിനെ പറ്റി പറയുമ്പോൾ ഉമ്മയുടെ കണ്ണ് നിറയും. കണ്ടു നിൽക്കണം നമുക്കും അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളും ആ പുണ്യപ്രവൃത്തിയുടെ ഭാഗമാവുകയാണ്. ഗൂഗിൾ പേ വഴി വരുന്ന ഒരൊറ്റ പൈസ പോലും ഉമ്മ എടുക്കാറില്ല. അത് അർഹതപ്പെട്ട രോഗികൾക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫാത്തിമ എന്നാണ് ഉമ്മയുടെ പേര്. കടയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റായിട്ട് മമ്മൂസ് തട്ടുകട. ഒരു വശത്ത് ഡാൻസ് കളിച്ചും കുട്ടുമ്മ കുട്ടുപാടിയും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും അടക്കം റീച്ച് കിട്ടാൻ വേണ്ടി പാടുപെടുന്ന ഉമ്മമാർ ഒരു വശത്തുള്ളപ്പോൾ, മറുവശത്ത് മരണപ്പെട്ടുപോയ തൻ്റെ മകൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി തട്ടുകട നടത്തി ജീവിച്ച് അതിൽ കിട്ടുന്ന വരുമാനം ഇത്തരത്തിലുള്ള നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഉമ്മമാരുണ്ട് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കുക.